ഏതെങ്കിലും ഒന്ന്. അതെന്തായിരിക്കും? എനിക്ക് ശനിയാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കും ഡാൻസ് ക്ലാസ് വളരെ ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ബോയ്സ് എല്ലാം ഡാൻസ് ക്ലാസ്സിൽ വരാത്തത്? ഞാൻ കണ്ടുപിടിച്ചു. ദിവ്യ ഡാൻസ് ക്ലാസ്സിൽ കുറെ ആൺകുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി വെക്കാം. ഡാൻസോ? ഞാനോ? നിനക്ക് ഡാൻസ് ഇഷ്ടമല്ലേ പക്രു? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മ. നിർത്ത്, ആദ്യം നീ വെറുതെ നിക്ക്. നീ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല. നാളെ ഡാൻസ് ക്ലാസ്. പക്രു ഇതിനു മുന്നേ ഇങ്ങനെ ഒന്നും ആടിയിട്ടുണ്ടാവില്ല. മെഗ്ബീന്റെ ഈ ഷൂ പുതിയ കണ്ടുപിടുത്തമാണ്. ഇതിപ്പോ എങ്ങനെ ആടാൻ പോണെന്ന് നോക്കിക്കോ. ഇനി ഡാൻസിൽ പക്രുവിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. നന്നായിട്ടുണ്ട്. പക്രു, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ ഒന്ന് മാറി നിൽക്കൂ അനിയത്തി. ഡിയർ, എന്നോട് കളിക്കാമോ? നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കരയും. എനിക്ക് ജീവിക്കാനേ ഇഷ്ടമില്ല. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന സമയം തുടങ്ങി. എന്താ അത്ഭുതമായ ഡാൻസ്! എന്റെ കണ്ടുപിടുത്തം വലിയൊരു സംഭവമാ. ഇനി അവന് തനിച്ച് ആടട്ടെ. കുറച്ച് സിസ്റ്റം മാറ്റി വെച്ചു നോക്കാം. കളിക്ക്. അയ്യോ അയ്യോ അയ്യോ, ഇതെത്ര ഫാസ്റ്റായി പോയത്! പക്രു, എന്താ ഇത്? ഡാൻസ് കളിച്ചു, പുതിയ ഡ്രസ് ഇട്ടു, ചിരിച്ചു കാണിച്ചു. എന്താ ഇത്? എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഇഷ്ടമാണ്, പുറത്തു പോകണമെന്ന് ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ? നിനക്ക് എന്നോട് നേരിട്ട് ചോദിച്ചൂടെ? എന്തായാലും നിന്റെ കൂടെ ഞാൻ വരാം. സത്യമാണോ? പക്ഷെ എവിടെയാ പോവുക? വിഷമിക്കണ്ട, നിങ്ങൾ പുറത്തു പോവാനുള്ള ശരിയായ സ്ഥലം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചുറ്റിക്കാണാനുള്ള ആവശ്യമില്ല. തിരിച്ചു പോകുമ്പോ എന്നെ വന്ന് മറക്കാതെ കൂട്ടിക്കൊണ്ടുപോയാ മതി. ഓക്കേ. പക്രും ദിവ്യയും സന്തോഷമായിരിക്കും വിചാരിക്കുന്നു. പക്ഷെ പക്രു കൊളവാക്കാതിരുന്നാ മതി. ഞാൻ വിചിത്രമായിട്ട് ചിരിക്കും. നോക്കുന്നോ? വേണ്ട പക്രു, അങ്ങനെ ചെയ്യരുത്. നീ ഇത്രേ ചെയ്യുള്ളൂ? ഇപ്പോൾ നോക്കൂ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. വാവ്, നീ ഭംഗിയായിട്ട് ചെയ്യുന്നു. അത്ഭുതമായിട്ടുണ്ട്. നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് കണ്ടില്ലേ, നിന്നെക്കാട്ടും സൂപ്പറായിട്ട് ഞാൻ ചെയ്യുന്നു. നന്നായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കൂ. അടിപൊളി. രണ്ടാൾക്കും കോമൺ ആയിട്ട് ഇക്കാര്യമാണോ ഉള്ളത്? ആണിനും പെണ്ണിനും ഏത് കാര്യമാ കോമൺ ആയിട്ടുള്ളതെന്ന് ആരെ കൊണ്ട് പറയാൻ സാധിക്കില്ല. ശരി, ഇപ്പൊ ഞാൻ എന്റെ പണി നോക്കട്ടെ. ഞാൻ എക്സിബിഷനിൽ ചെന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കട്ടെ. എങ്കിൽ ഈ ചിരിയുടെ അർത്ഥം? ബസ്സൊക്കെ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നു. ക്ലൈമറ്റും നോർമലായിരുന്നു. പക്ഷേ എന്തോ ഒന്നും ശരിയില്ലായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. വളരെ സൈലന്റ് ആയിട്ടുണ്ട്. ഈ സൈലന്റ് എനിക്ക് ഇഷ്ടമേ അല്ല. ഈ ശബ്ദമോ എനിക്ക് ഇഷ്ടമല്ല. സോമിന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ പോണെങ്കിൽ അത് നേരത്തെ തന്നെ മനസ്സിലാവും. എന്താ നടക്കുന്ന? എനിക്ക് ഇപ്പൊ തന്നെ അറിഞ്ഞാകണം. ഹലോ കുട്ടീസ്, നിങ്ങൾ എന്താ ഇവിടെ? ഒന്നുമില്ല ചേച്ചി, ബോറടിക്കുന്നു. ഒരു ജോലിയില്ല. ഒരു ജോലിയും ഇല്ലേ? എങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിച്ചൂടെ? അതൊരു പഴയ കാലത്ത് പ്ലേ ഗ്രൗണ്ടാ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെയാണ് വലിയ വലിയ ആൾക്കാരൊക്കെ കളിച്ചിട്ടുള്ളത്. അവിടെയാണ് മിസ്റ്റർ വിശ്വം 2.5 മണിക്കൂർ ഒറ്റ കൈ കൊണ്ട് തൂങ്ങി സാധന ചെയ്തിട്ടുള്ളത്. 2.5 മണിക്കൂർ, പുതു വേൾഡ് റെക്കോർഡ്. എന്തിനാ അതിശയപ്പെടുന്നത്? എനിക്കിതെല്ലാം ഈസിയാണ്. എവിടെയാണ് ജാക്ക് സിസിയെ വഴുക്കുമരമായി മാറ്റിയത്? എനിക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാ ഞാൻ വരാം, നോക്കൂ. ഓക്കെ, ഞാൻ റെഡി. ഞാനും റെഡി. റെഡിയാണോ? വേഗം വാ. ഓക്കെ, റെഡിയാ. എത്ര പ്രാവശ്യം പറയാ? അയ്യോ അയ്യോ, നല്ല അടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ആ പ്ലേ ഗ്രൗണ്ട് എത്ര വില ഉള്ളതാണെന്ന്? ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ പ്ലേ ഗ്രൗണ്ട് അതെ അതെ. എന്ത് ക്ലോസ് ചെയ്തോ? എന്ത് ക്ലോസ് ചെയ്തെന്നോ? അത് എന്നെ കൊണ്ട് സമ്മതിക്കാനേ പറ്റില്ല. നിങ്ങൾ തന്നെ കണ്ടോ, അത് അടച്ചിരിക്കുക. സോറി കുട്ടികളെ, ഇതിപ്പോൾ മൂടിയിരിക്കുകയാണ്. എന്തിനാ ക്ലോസ് ചെയ്തത്? ഗ്രൗണ്ട് വർക്കാണോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വർക്കാണോ? ഇല്ല, ഈ പാർക്ക് ഞങ്ങൾ ഇടിക്കാൻ പോവുകയാണ്.
ഇത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ എന്തിനാ ഇങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ടിനെ നാശിപ്പിക്കുന്നത്? ആ പ്ലേ ഗ്രൗണ്ടിന് മേലെ നിറയെ കംപ്ലൈന്റ് ഉണ്ടല്ലോ. പക്ഷെ അമ്മയെ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലവാ. പിന്നെ എന്തിനാ കംപ്ലൈന്റ് ചെയ്തത്? കംപ്ലൈന്റ് ചെയ്തത് കുട്ടികളല്ല, പേരൻസ് ആണ്. പേരൻസോ? ആ സ്ഥലം പഴയതാണ്, വളരെ ആപത്താണ്. ജാക്കിന്റെ ആക്സിഡന്റ് ഓർമ്മയില്ലേ ട്രേസി? ഓർമ്മയുണ്ട്. ഹായ് അങ്കിൾ. വരൂ സോമ, എന്താ നിനക്കൊരു മൂഡ് ഔട്ട്? ഞങ്ങൾ സന്തോഷമായി കളിച്ച സ്ഥലത്തിൽ ഇന്ന് രാവിലെ ബുൾഡോസർ കൊണ്ട് നാശമാക്കി. അത് വിചാരിച്ചാൽ മനസ്സിൽ കഷ്ടമുണ്ട്. ദൈവമേ, വിഷമിക്കേണ്ട. ആ സ്ഥലത്ത് വേറൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതും 2 ആഴ്ച കൊണ്ട് തുറക്കുവാൻ പോവുകയാണത്. പിറ്റത്തെ 2 ആഴ്ച ജോലി നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നു. പുതിയ പ്ലേ ഗ്രൗണ്ട് റെഡി ആയിക്കൊണ്ടിരുന്നു. എല്ലാവരും അതെങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചോണ്ടിരുന്നു. എല്ലാവരും അതിനുവേണ്ടി കാത്തിരുന്നു. ജാക്കാണ് ആദ്യം തുടങ്ങിയത്. എനിക്ക് ദേഷ്യം വരുന്നു. ഇനി എനിക്ക് പൊറുക്കാൻ പറ്റില്ല. 2 ആഴ്ച പ്ലേ ഗ്രൗണ്ട് ഇല്ലാണ്ട് എനിക്കിതൊക്കെ കഷ്ടമാണ്. കരയല്ലടാ മോനെ. അങ്ങനെ തന്നെ സമാധാനപ്പെടുത്തിക്കോളാമാ. പോയ പ്രാവശ്യം നീ വീണില്ലേ? ശരി, എല്ലാവരും ശ്രദ്ധിക്കൂ. എന്റെ പുതിയ കണ്ടുപിടുത്തം. ഇതിന്റെ സഹായം കൊണ്ട് പ്ലേ ഗ്രൗണ്ട് എങ്ങനെ നിർണ്ണയിക്കുന്നു നമുക്ക് കാണാൻ പറ്റും.